എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 19 മുതൽ 21 വരെ. ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ കൂട്ടിവരുത്തി അവരോട് തൻ്റെ ഫെയർവെൽ മെസ്സേജ്, യാത്രയയപ്പ് സന്ദേശം നൽകുന്ന ഭാഗമാണ് 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും. അപ്പോസ്തല പ്രവൃത്തികളിൽ ക്രിസ്തുവിശ്വാസികൾക്ക് നൽകിയ ഏക സന്ദേശമാണിത്. മറ്റുള്ളതെല്ലാം യഹൂദന്മാരോടോ വിജാതീയരോടോ ഒക്കെ ആയിരുന്നു. മൂപ്പന്മാരോട് ആണ് പ്രധാനമായും സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആടുകളെ മോചിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണവർ. ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിലധികം മൂപ്പന്മാർ ഉണ്ടായിരുന്നിരിക്കാം. ഭവനങ്ങളിൽ നടത്തപ്പെടുന്ന കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായിരിക്കാം ചിലർ. മറ്റു ചിലർ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയുടെ ചുമതലക്കാരും ഒക്കെ ആയിരുന്നിരിക്കാം. ദൈവകൃപ, ദൈവരാജ്യം, വീണ്ടെടുപ്പ്, അനുതാപം, ഇങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങളൊക്കെ ഈ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വളരെ ഹൃദയസ്പർക്കായ ഒരു വിടവാങ്ങൽ രംഗമാണ്. വളരെ തിടുക്കത്തോടെ യെരുശലേമിലേക്ക് പോകുന്ന പൗലോസിനെ ഇങ്ങനെ എഫെസോസുകാരുമായി ചെലവഴിപ്പാൻ എങ്ങനെ സമയം കിട്ടാനാണ് എന്ന് വിമർശനാബുദ്ധിയ വീക്ഷിക്കുന്നവരുമുണ്ട്. യെരുശലേമിലെ വിശ്വാസികൾക്ക് എഫെസോസിൽ നിന്നുള്ള ധർമ്മശേഖരം കൈമാറാനാണ് മൂപ്പന്മാർ വന്നതെന്ന് ചിന്തിക്കുന്ന പഠിതാക്കളുണ്ട്. തിടുക്കമുണ്ടെങ്കിലും എഫെസോസിലെ വിശ്വാസികളുമായി ചില നിമിഷങ്ങൾ ചെലവഴിപ്പാൻ പൗലോസ് സമയം കണ്ടെത്തുകയായിരുന്നു. കാരണം അത്ര വൈകാരിക ബന്ധമാണ് അവരോടുള്ളത്. പൗലോസിൻ്റെ സുവിശേഷ പ്രവർത്തന കാലത്ത് ഏറ്റവും കൂടുതൽ കാലം, അതായത് 3 വർഷം അവിടെ താമസിച്ച് വേല ചെയ്തതാണ്. അവിടെയുള്ളവരുമായി അടുത്ത ആളത്ത ബന്ധമുണ്ട്. മടങ്ങിപ്പോകും വഴി അവിടെ ചെന്ന് യാത്ര പറയാൻ സ്വാഭാവികമായി ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് കഴിയില്ല. അതുകൊണ്ട് അവരെ അവിടേക്ക് വരുത്തി, മിലത്തോസിൽ വരുത്തി പ്രബോധനം നൽകുകയാണ്. ഏത് കാലത്തും ക്രിസ്തീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് സുവിശേഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങളെല്ലാം ഈ ഭാഗത്ത് പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, ഒരു സുവിശേഷകന്റെ സുതാര്യതയെക്കുറിച്ച് പൗലോസ് സ്വന്തം അനുഭവം പറയുകയാണ്. അത് 21-ാമത്തെ വാക്യത്തിലും തുടർന്ന് 27, 34 ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ പറയുന്നു, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഒന്നിലധികം പ്രാവശ്യം ഈ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. പൗലോസിന്റെ പ്രവർത്തനം പകൽ പോലെ തെളിവായിരുന്നു. താഴ്ചയോടും കണ്ണുനീരോടും കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും ഉപദേശിച്ചു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ എന്ന് 21-ാം വാക്യത്തിൽ പറയുന്നത്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസിന് യാതൊന്നും മറച്ചു വെക്കാനില്ല. സകലവും നഗ്നവും മലർന്നതുമാണ്. പൊയ്മുഖമില്ലാത്ത വേലയാണ് താൻ ചെയ്തതെന്ന് അവരുടെ മുൻപാകെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
അല്ലാത്തത് ഭാവിക്കുന്നതാണ് കാപട്യം. അങ്ങനെ വേണമെങ്കിൽ കുറേ നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം. ആത്യന്തികമായി അത് തകർന്നു പോകും. അപ്പോൾ സുതാര്യത ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏറെ ആവശ്യമാണ്. അതായിരിക്കണം മുഖമുദ്ര. പോക്കും വരവും രഹസ്യവും പരസ്യവുമായ ജീവിതം, സന്ദർശനങ്ങൾ, ബന്ധങ്ങൾ എല്ലാം സുതാര്യമായിരിക്കണം. തിമോഥെയോസിനെ പൗലോസ് നൽകുന്ന ഗുണദോഷം നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കുമെന്നാണ് 1 തിമോഥെയോസ് 4-16 വാക്യം. ഇപ്പൊ രഹസ്യ ജീവിതം സൂക്ഷിക്കുന്നവർക്ക് പരസ്യ ജീവിതത്തിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഒരു ക്രിസ്തീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇങ്ങനെ തുറന്ന പുസ്തകമാക്കാൻ പറ്റിയാൽ ലോകം ക്രിസ്തുവിനെ അറിയും. നമ്മളൊന്നും പ്രസംഗിക്കേണ്ട, നമ്മുടെ ജീവിതം കൊണ്ട് ലോകം ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടും. ദൈവം അതിന് നമ്മളെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ ലഭിച്ച സുഖകരമായ നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പോക്കിലും വരവിലും അധ്വാനങ്ങളിലും ജോലിവേലകളിലും ഒക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നന്മയുടെ പുതിയ പ്രതീക്ഷയുടെ നാളുകൾ നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.